ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രേപ്പ് ഹാർവെസ്റ്റിങ്ങിൻ്റെയാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ഫാമിൽ ഗ്രേപ്പ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടീം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. കുറച്ച് മുന്തിരി പറിക്കാൻ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ഇപ്പോൾ അല്ല, വൈകിട്ട് വൈൻ ബോട്ടിൽ ഇട്ടുമ്പോൾ എക്സൈറ്റഡ് ആവും. Are you excited? Yes, yes. Majduri. Me too. Yeah. Okay, സാധനം എടുത്തോ. എനിക്ക് പറഞ്ഞോ. നീ ലോക്ക് ചെയ്ത് നോക്കാൻ. അങ്ങനെ നമ്മുടെ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മളിതേ ഫാമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണേ. ആക്ച്വലി നമ്മൾ 2-3 മാസം മുമ്പ് വൈൻ ടേസ്റ്റിങ്ങിന് വേണ്ടി വന്ന സെയിം സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ കോഫിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സമ്മറൊക്കെ കഴിഞ്ഞ് ജാക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രേപ്സ് പറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ബോക്സസ്. അത് നമുക്കിങ്ങനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണേ. നമ്മളങ്ങനെ അതേ ഫാമിലെത്തിയിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ആളാണ് കേട്ടോ ഈ ഫാമിൻ്റെ ഓണർ. അപ്പോൾ പുള്ളി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുവാണേ. Voilà. Alors, nous avons... je peux encore... Le chardonnay, c'est le carré qui est ici. Nous allons vendanger depuis là jusqu'à... On va faire la moitié du haut déjà. Et puis après, on fera la deuxième partie. On vous donnera des... When you have 100%, very nice, green. You have 1 or 2, but it's not important. You can... Comme ça. Where is the boiler? Like. The best way is to put like a basket for your hand, and so you don't have the problem of finger. Pas si vite, tu vas finir à vomir. A bottle if you go faster as me. I think you can eat it, right? Eat it. ഹലോ, നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാണണം, മോൻ കാണണല്ലോ. കിട്ടണ്ട. ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറിച്ച് ഇങ്ങനെയാണ് മുന്തിരി നിൽക്കുന്നത്. കണ്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങൾ. തണ്ട് കണ്ടോ, ഒരു 100 വർഷമൊക്കെ പഴക്കമുണ്ടത്. ഇതാണ് ചെടി. മുന്തിരികൾ ഇങ്ങനെ താഴെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ അടുത്ത കർഷകൻ പറിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലൈനാണ്. നോക്കിയോ ഷിജു. ഇത്രയും ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2ാമത്തെ ബോക്സാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് ഫുൾ അങ്ങോട്ട് തീർത്തു. ഇനിയുണ്ട്. ഇത് 2ാമത്തെ ബോക്സ് ആയിട്ടുണ്ട്. നമ്മളിത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അടിപൊളി. ഒരു ലൈന് ഒരാൾക്ക്, അങ്ങനെയാണ്
ഞാനിത് രണ്ടാമത്തെ ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല മഴക്കാറുണ്ട്, മഴയില്ല. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ലേക്കാണ് ബാക്ക് സൈഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, വലിയ ഫാമാണ്, അടിപൊളി സ്ഥലം. അപ്പോൾ ബാക്കി പറിക്കട്ടെ. അങ്ങനെ 2 ബോക്സ് നിറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഇവിടെ 3ാമത്തെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതേ ഒരെണ്ണം അവർ കൊണ്ടുപോയി, ഇതൊരെണ്ണം അടുത്ത ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിസേഴ്സ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അങ്ങോട്ട് വീണോളും. ഇതേ കണ്ടോ, ഇത് വൈനിന് വേണ്ടിയിട്ടുള്ള ഗ്രേപ്സാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ വീണോളും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്യട്ടെ. ബൈ. ഇടയിൽ തങ്ങി നിന്നത് ഇവിടെ. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഗ്രേപ്സാണ്, നല്ല മധുരമുണ്ട്, അടിപൊളി ഗ്രേപ്സാണ്. യെസ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാണ്. കൊള്ളാം. കുനിഞ്ഞ് നിന്ന് നടു നല്ല വേദനയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രാവിലെ 9 മണിയായപ്പോൾ നമ്മൾ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നോർമലി ഒരു ജോലി ചെയ്യുന്ന പോലെ തന്നെയാണിത്. അതായത് 9 to 12 നമ്മൾ ചെയ്യും, പിന്നെ ലഞ്ച് ബ്രേക്ക്, പിന്നെ 1 മണി തൊട്ടിട്ട് വൈകിട്ട് വരെയും. ശരിക്കും ഒരു ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് സാലറി ഒന്നും കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ 10 ദിവസത്തേക്ക് ഇവിടെ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ ഇവരുടെ സൈറ്റിൽ ഇങ്ങനെ ഇടും. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 10 പേര് 15 പേരായിരിക്കും ഒരു ഗ്രൂപ്പിലുണ്ടാവുക. ഒരു കൊലമുന്തിരി ഉണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ, സൂപ്പർ മുന്തിരിയ. അപ്പോൾ തുടങ്ങിയപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് കട്ട് ചെയ്താൽ മതി, എന്നാലും പിന്നെ നിരപ്പായ സ്ഥലമല്ലല്ലോ, പിന്നെ ഫുള്ള് മലകളായതുകൊണ്ട് നമുക്ക് നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മുന്തിരി താഴ്ഭാഗത്തും കൂടെ ആയതുകൊണ്ട് നമ്മളൊന്നില്ലെങ്കിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് വേണം ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പല വെറൈറ്റി ഗ്രേപ്സ് ഉണ്ട് കേട്ടോ, സെയിം ഗ്രേപ്സ് തന്നെയല്ല, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി. എല്ലാവരും പറിച്ച മുന്തിരികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അവരുടെ റോല്. ഒരു 4 പെട്ടിയൊക്കെ കിട്ടും കേട്ടോ, അങ്ങനത്തെ 4 ബോക്സൊക്കെ ഒരു ഇതിൽ നിന്ന് കിട്ടും കേട്ടോ, ഫുള്ളായിട്ട് വരുമ്പോഴത്തേക്കും. എല്ലാവരും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ ഫുള്ള് കഴിഞ്ഞു. I don't know. How's your experience? എങ്ങനെയുണ്ട്? അടിപൊളി, രസമുണ്ട് കാണാൻ. നടു എങ്ങനെയുണ്ട്? പണിക്കാരൻ വഴക്ക് പറയുന്നു ഗായ്സ്. ഇവിടത്തെ പണി കഴിയുമ്പോൾ കൂലിയായിട്ട് ഞങ്ങൾക്ക് ഉച്ചത്തെ ഫുഡും പോകുമ്പോൾ കുറച്ച് വൈനും കിട്ടും ഗായ്സ്. Celle-ci en fait va venir ici pas lisser. Et puis en fait là-dessus du coup il y a 4 branches qui vont pousser. Et puis là par contre c'est différent, en fait on voit qu'il y a des grosses cornes là. Et puis là typiquement en fait on coupe chaque fois. Typiquement là cette année on va enlever celle-là et puis ici on va laisser que 2 yeux. Et donc en fait ça fera ça l'année prochaine. Et du coup on a toujours ces grosses cornes comme ça. Wow. Et ça permet en fait le fait d'avoir des ആ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാം ഓണറിൻ്റെ മരുമോനാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറയണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചെടി നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന്. അപ്പോൾ എല്ലാ വർഷവും ഇവർ എത്രയോ ബോട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചെടിക്കനുസരിച്ചിട്ട് വൈൻ ഇവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയ സ്ഥലം കാണാൻ. അപ്പോൾ നമ്മൾ പറിക്കുന്നതിനനുസരിച്ചിട്ട് മുന്തിരി ഇവർ ക്രഷ് ചെയ്തിട്ട് ദേ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് കേട്ടോ. അത് കണ്ടത് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ദേ ഇതിലൂടെ ഒഴുകിയിട്ട് അവർ ഒരു ഫിൽറ്റർ ചെയ്യാനൊരു സംഭവം ഉണ്ട്, അരിപ്പയുണ്ട്. അതുവഴി വേറൊരു വലിയൊരു ടാങ്കിലോട്ട് പോയി വീഴുവാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ദേ ഇവിടെ വീഴും. ഇവിടെ അരിപ്പ പോലെ ഉണ്ട്. എന്നിട്ട് ഇതാണ് ടാങ്ക് കണ്ടോ.
നമ്മൾ പറിച്ച മുന്തിരിയാണോ അത്? അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു ജോലിക്കാരൻ. ആകെ ഈ ഒരാൾ മാത്രമാണ് ഇവിടെ ജോലിക്കായിട്ടുള്ളത്. ബാക്കി ഇങ്ങനെ നമ്മളെപ്പോലെ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനും ഒരു എക്സ്പീരിയൻസിനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ അത് ഇവിടെ ഒരു ടോയ് പുഡിലുണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങിയിരിക്കുന്ന ഒരു പട്ടിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ അവനെ തടവി കൊടുക്കുന്നതൊക്കെ. നല്ല സൂപ്പർ ഒരു പട്ടിയായിരുന്നു കേട്ടോ. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോയി ഇരുന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. എല്ലാവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നേ. They're closing. Yeah. Okay. So now you will change of partners. So you will just work with this man and you work together and you put these three. Okay. This is the oldest Method. Yeah. A little bit more heavy. the dating from 1902. 401, 741. Notre formant bien. The age of this one is 1902. 1902? From Just 123 years. yes, excellent. One more. It was the easiest. Yes. No, we changed No. it. This one go behind here, and this one will come Okay. here. Whoa, this one's heavy. Whoa. So watch your hands. Yes, and at least the small metal just to cover. So just come here. Oh, Yeah. it's heavy. Oh my God. C'est plus long. Excellent. J'ai essayé de le prendre tout seul. Ah ouais, ouais. അപ്പോൾ നമ്മൾ പറിച്ച മുന്തിരി അവർ വാഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് ഇവിടെ വരും. അത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സാക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇത് ജസ്റ്റ് ഒന്നത് ക്ലോസ് ആവാൻ വേണ്ടി ജസ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യും. ഇത് കഴിയുമ്പോൾ മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഈ ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഓണർ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. കറക്റ്റ് എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. Regardez pour que ça soit bien aligné avec la fonte là, ce qui est le cas. ഇല്ല ഇല്ല ഓക്കെ ഇല്ല ഇഷ്ടം. Actually, still good, but better, but c'est bon. So, we have two speeds. Fast speed and slow speed. ആ അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഈ വുഡും ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് വർഷം 100 വർഷം 120 വർഷമൊക്കെ പഴക്കമുള്ള സംഭവങ്ങളാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. പുള്ളിയുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഇവരുടെ ഫാമും അവിടെ നിന്ന് വൈൻ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് പുള്ളിയുടെ വീട് തന്നെയാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു വൈൻ മേക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുറേ വർഷം പഴക്കമുള്ള വൈനും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വൈനും എല്ലാ സംഭവങ്ങളും ഇവർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനും പറ്റും വൈന്. പ്രസ് ചെയ്യണതാണോ?
Bon appétit. Then the second and third, and it's gonna be really good in the fourth. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്നു. ദേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല വെയിൽ. നമ്മളത് വീണ്ടും മുന്തിരി പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇടയിലൊരു കർഷകനുണ്ട്. സത്യം പറഞ്ഞ വന്നപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല കട്ടപ്പണിയാണ്. വേണ്ട കട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. വീണ്ടും പണി ചെയ്യാൻ പോവുകയാണ്. അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ കർഷകരുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേപ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കും. അവർ ഇതുപോലെ ഇങ്ങനെ വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാ ബോക്സുകളും എടുത്തിട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ദേ ഫുൾ കട്ട് ചെയ്ത് ഫാമൊക്കെ ഫുൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. അവർ ആ വുഡെല്ലാം ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഈ താഴ്ഭാഗത്ത് ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഗ്രേപ്സിൻ്റെ ചണ്ടിയാണ് കേട്ടോ. ജ്യൂസൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇവരിത് അവരുടെ ഫാമിൽ യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടിയിട്ടുണ്ട് ഇവിടെ വൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കൂലി. 6 കുപ്പി വൈനാണ്. 3 റെഡ് വൈനും 3 വൈറ്റ് വൈനും. ഒരാൾക്ക് 6 കുപ്പി വൈൻ വെച്ച് നമ്മുടെ വീട്ടിലോട്ട് 12 കുപ്പി വൈൻ കിട്ടിയിട്ടുണ്ട്. ആഞ്ചൽ ഹാവ് 12 ബോട്ടിൽസ്. How do you feel, Anjan? I feel very nice. I know what a hard day of work looks like. It looks like 6 bottles of wine. Tomorrow I did an appointment with the physiotherapist. Okay, guys, let's. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.